ചെന്നൈയെ 50 റൺസ് അകലെ പൂട്ടിക്കെട്ടി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ ബാംഗ്ലൂർ നിശ്ചിത 20 ഓവറിൽ 196 റൺസ് എത്തിക്കാൻ അവർക്കായി. 7 വിക്കറ്റ് നഷ്ടത്തിലാണ് 196 എത്തിച്ചത്. അവരുടെ തുടക്കം തന്നെ മനോഹരമായി തന്നെ തുടങ്ങി. സാൾട്ട് 32 റൺസ്. കോഹ്ലി അങ്ങോട്ട് അടിച്ചിട്ട് നീങ്ങുന്നുണ്ടായിരുന്നില്ല. 30 ബോളിൽ 31 റൺസാണ് കോഹ്ലി സ്വന്തമാക്കിയത്. പടിക്കൽ 27, അവരുടെ ടോപ്പ് സ്കോററായത് രജത് പടിത്തറാണ്. 51 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. 32 ബോളിൽ 51 റൺസ്. ലിവിങ്സ്റ്റൺ 10 റൺസ്. അതുപോലെ തന്നെ ടിം ഡേവിഡ് 22 റൺസ്. ഇവരെല്ലാവരും കൂടി നല്ലൊരു ബാറ്റിംഗ് തന്നെ കാണാൻ സാധിച്ചു കേട്ടോ. ബാംഗ്ലൂർ ബാറ്റിംഗ് നിരയിൽ നിന്ന് 196 എടുക്കാൻ 20 ഓവറിൽ 196 അത്യാവശ്യം നല്ലൊരു സ്കോർ എടുക്കാൻ സാധിച്ചു. കോഹ്ലി 31 റൺസ് മാത്രമാണ് അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ. പക്ഷേ 30 ബോളിൽ നിന്നാണ് 31 റൺസ് കോഹ്ലി സ്വന്തമാക്കിയത്. സാൾട്ടിൻ്റെ വിക്കറ്റ് ധോണി സ്റ്റംപ് ചെയ്ത് ഒരു മികച്ച ഒരു സ്റ്റംപിങ് തന്നെ ധോണിയുടെ ഭാഗത്ത് നിന്ന് ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചു. ചെന്നൈയും അതുപോലെ തന്നെ മുംബൈയും തമ്മിൽ നടന്ന മത്സരത്തിനകത്തും ധോണിയുടെ ഒരു പ്രകടനം നമുക്ക് കീപ്പിങ്ങിൽ കാണാൻ സാധിച്ചു. അതുപോലത്തെ ഒരു പ്രകടനം തന്നെ ഈ ഒരു മത്സരത്തിനകത്തും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് മികച്ച ഒരു കീപ്പിങ്ങും കാണാൻ സാധിച്ചു. പിന്നെ അവസാന ഓവറിൽ ഇറങ്ങി അദ്ദേഹം ഒരു മാസ് കാണിക്കാൻ നോക്കി. പക്ഷേ അത് ജയിക്കാൻ പറ്റാത്തൊരു കളിയിലേക്ക് എത്തിയിരുന്നു. പക്ഷേ ധോണിക്ക് കുറച്ചും കൂടി നേരത്തെ ഇറങ്ങായിരുന്നു. എന്താണോ അവരുടെ തീരുമാനം പ്രകാരമായിരിക്കും, അറിയില്ല. ധോണി എന്തായാലും അവസാനമാണ് ഇറങ്ങിയത്. പക്ഷേ അവസാന ഓവറിൽ അദ്ദേഹം രണ്ട് സിക്സ് അടിച്ച് ഒന്ന് കാണികളെ ആവേശപ്പെടുത്തി. ചെന്നൈ ബാറ്റിംഗ് നിരയിലേക്ക് വരാണെങ്കിൽ തുടക്കം തന്നെ രജീന്ദ്ര രവീന്ദ്ര 41 റൺസ് എടുത്തു. മറ്റാർക്കും തന്നെ ചെന്നൈ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാനായില്ല. എല്ലാവരും ഒറ്റ അക്കത്തിൽ തന്നെ മടങ്ങുന്ന, രണ്ടക്കം കാണാതെ മടങ്ങുന്ന കാഴ്ചയാണ്. അങ്ങനെ 50 റൺസ് അകലെ ചെന്നൈയുടെ ബാറ്റിംഗ് അവസാനിക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന് 50 റൺസിൻ്റെ വിജയമാണ് രണ്ടാമത്തെ മത്സരത്തിനകത്ത് അവർക്ക് സ്വന്തമാക്കാൻ സാധിച്ചു. അങ്ങനെ കളിച്ച 2 മത്സരങ്ങളും RCB ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ചെന്നൈ ഒരു വിജയവും ഒരു തോൽവിയുമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളത്തെ മത്സരം വരുന്നത് ഗുജറാത്ത് നാളെ മുംബൈനെ നേരിടും. അപ്പോൾ നല്ലൊരു മത്സരം തന്നെ പ്രതീക്ഷിക്കാം, നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അപ്പുറത്തോട്ട് ബൈ.